ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ ശ്രദ്ധിക്കുക. അത് നേടാൻ കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടാകില്ല. പ്രതിസന്ധിയിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമ്മുടെ വിജയത്തിൽ കൂടെ കൂട്ടരുത്. മനുഷ്യന്റെ ചിന്താരീതികളും മനോഭാവങ്ങളും മാറുന്നതിനേക്കാൾ വേഗത്തിൽ മറ്റൊന്നും മാറുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ സഹോദരിയെക്കുറിച്ച് എത്രയാണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, അത്ര മാത്രമേ നിങ്ങൾ ഈ ലോകത്തിലെ ഏതൊരു സ്ത്രീയെക്കുറിച്ചും സംസാരിക്കാവൂ. സ്വപ്നങ്ങൾ എപ്പോഴും ഒരു ആശ്വാസമാണ്. ജീവിതത്തിൽ നമ്മളിൽ നിന്നും അകന്നു പോകുന്നവരെ ഇത്തിരി നേരമെങ്കിലും നമ്മുടെ കൂടെ പിടിച്ചിരുത്താൻ സ്വപ്നങ്ങൾക്ക് മാത്രമേ കഴിയൂ. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ ഇന്നിന്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണത്തെ നിയന്ത്രിക്കുക. അതാണ് യഥാർത്ഥ ശക്തി. ആരുടെയും മുന്നിൽ നിങ്ങൾ സ്വയം ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആർക്കാണോ നിങ്ങളെ വിശ്വാസമുള്ളത് അവരുടെ മുന്നിൽ ന്യായീകരണങ്ങൾ ആവശ്യമില്ല. ആർക്കാണോ നിങ്ങളെ വിശ്വാസമില്ലാത്തത് അവർ നിങ്ങൾ എന്തു പറഞ്ഞാലും അംഗീകരിക്കുകയുമില്ല. നിങ്ങൾ ഉപദേശം സ്വീകരിക്കാത്ത ഒരാളുടെ വിമർശനം സ്വീകരിക്കരുത്. നിങ്ങൾ ഒരു തർക്കത്തിലാണെങ്കിൽ നിങ്ങളുടെ ശബ്ദം ശാന്തമാക്കുക. നിങ്ങൾ വാദപ്രതിവാദത്തിൽ വിജയിക്കുന്നു എന്ന തോന്നൽ മറ്റുള്ളവർക്കുണ്ടാകും. നിങ്ങൾ ശക്തനായിരിക്കുമ്പോൾ ദുർബലനായി കാണപ്പെടുക, നിങ്ങൾ ബലഹീനനായിരിക്കുമ്പോൾ ശക്തനായി കാണപ്പെടുക. ഒരു സുഹൃത്തിനെ സ്നേഹിക്കുന്നത് എളുപ്പമാണ്, എന്നാൽ നിങ്ങളുടെ ശത്രുവിനെ സ്നേഹിക്കുക എന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. നിഷ്കളങ്കരും സത്യസന്ധരുമാണ് സത്യങ്ങൾ നേരിട്ട് തുറന്നു പറയുന്നത്. പക്ഷേ സത്യങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെയുള്ളവർ ശത്രുക്കളാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. വലിയ കാര്യങ്ങൾക്ക് കൂടുതൽ സമയം വേണ്ടിവരും. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. നിങ്ങളെ ആവശ്യം ഉള്ളവരോട് ഒരിക്കലും തിരക്കിലാണെന്ന് പറയരുത്. നിങ്ങളെ എപ്പോഴും വിശ്വസിക്കുന്നവരെ ചതിക്കരുത്. നിങ്ങളെ എപ്പോഴും ഓർക്കുന്നവരെ മറക്കരുത്. സ്നേഹിക്കുന്ന പുരുഷനും സ്ത്രീയും തമ്മിലുള്ള പെരുമാറ്റം എപ്പോഴും ഭ്രാന്തമായിരിക്കും. കാലിയായ പോക്കറ്റിന് ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. നിറഞ്ഞ പോക്കറ്റിന് നിങ്ങളെ ഒരുപാട് വഴികളിൽ നശിപ്പിക്കാൻ കഴിയും. ജാഗ്രതയോടെ പണം ഉപയോഗിക്കുക. സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മനുഷ്യരെ കണ്ടെത്താൻ കഴിയുക. കേട്ടവയോ വെച്ച് ആരെയും വിലയിരുത്താതിരിക്കുക. ഒരുപക്ഷെ കേട്ടതെല്ലാം മറ്റാരുടെയോ വെറും ഊഹം മാത്രമായിരിക്കും. നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമില്ലാത്ത സ്ഥലത്ത് തുടരാതിരിക്കുന്നതാണ് നല്ലത്. ഒരു കോമാളിയുടെ വേഷം മാത്രമേ അവിടെ നമുക്ക് ലഭിക്കൂ. പുകഴ്ത്തുന്നവന് ശത്രുക്കളെ ലഭിക്കുന്നു, സത്യം പറയുന്നവന് എതിരാളികളെ ലഭിക്കുന്നു. ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും വിധി നമുക്കായി കരുതി വെച്ചിട്ടുള്ളതാണെങ്കിൽ നാം അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. ജ്ഞാനമാണ് യഥാർത്ഥ നിധി. അതിനുള്ള താക്കോലാണ് കൃത്യമായ പരിശീലനം. നിങ്ങളുടെ പുരോഗതിയെ മറ്റുള്ളവരുടേതുമായി താരതമ്യം ചെയ്യരുത്. നമുക്കെല്ലാവർക്കും സ്വന്തം ദൂരം സഞ്ചരിക്കാൻ സ്വന്തം സമയം ആവശ്യമാണ്. നിങ്ങൾ ദിവസവും ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ മാറ്റം വരുത്താതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുക അസാധ്യമാണ്. നിങ്ങളെ ശല്യപ്പെടുത്തുന്നവരെ അല്ല, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആളുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആളുകൾ തിരക്കിലായിരിക്കുമ്പോൾ കൂടുതൽ സന്തുഷ്ടരായിരിക്കും. കാരണം ഇത് ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നു. നദികൾ ഒരിക്കലും പുറകോട്ട് സഞ്ചരിക്കാറില്ല. അതുപോലെ നിങ്ങളും ഏതൊരു പ്രതിസന്ധികളെയും നേരിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ ഒരു നിയമത്തെ മാനിക്കണം. ഒരിക്കലും നിങ്ങളോട് തന്നെ കള്ളം പറയരുത്. മിക്ക ആളുകളും ജീവിതത്തിൽ പരാജയപ്പെടുന്നത് ചെറിയ കാര്യങ്ങളിൽ അനിവാര്യമായ പ്രാധാന്യം നൽകുമ്പോഴാണ്. സമയം കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കും സമയം ആവശ്യം പോലെ ഉണ്ടാകും. അഹംഭാവത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തി സ്വന്തം തെറ്റുകളെയോ മറ്റുള്ളവരുടെ നന്മയോ കാണുന്നില്ല. ഞാൻ നിസ്സാരനാണ്, എനിക്കൊരു കഴിവുമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നോർക്കുക, നമ്മുടെ ചിന്തകളാണ് നമുക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത്. നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. അവർ കഥകൾ കേട്ടിരിക്കാം, പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയത് അവർക്ക് അനുഭവപ്പെടില്ല.
നിങ്ങളെ വെറുക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ വെറുക്കരുത്, പകരം അവരെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ്. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താൻ ആളുകൾ ഉണ്ടാകും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. ജീവിതത്തിൽ നമ്മൾ പലയിടത്തും പരാജയപ്പെടുമ്പോൾ സ്നേഹത്തോടെ ആത്മധൈര്യം നൽകി കൂടെ ഉണ്ടാകുന്ന ചിലരുണ്ട്. അവരുടെ വാക്കുകൾ മതി ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ. ജീവിതം 2 കാലുകളാണ് എന്ന് സങ്കല്പിക്കുക. മുന്നോട്ട് വെച്ച കാലിന് അഹങ്കാരമില്ല, പുറകിലുള്ള കാലിന് ലജ്ജയുമില്ല. കാരണം അവർക്കറിയാം അവരുടെ സ്ഥിതി വൈകാതെ മാറുമെന്ന്. ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും വിധി നമുക്കായി കരുതി വെച്ചിട്ടുള്ളതാണെങ്കിൽ നാം അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. ജീവിതത്തിൽ വിജയം നേടുന്നവരെല്ലാം പ്രത്യേക കഴിവുള്ളവരായിരിക്കണമെന്നില്ല. പലപ്പോഴും ശരാശരി കഴിവുള്ളവരാകും വിജയികൾ. എന്നാൽ സ്ഥിരോത്സാഹവും ക്ഷമാശീലവും അവരെ ആത്യന്തിക വിജയത്തിലേക്ക് എത്തിക്കും. നമുക്ക് എല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണമെന്നില്ല, പക്ഷേ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ കഴിയും. ഈ ലോകത്ത് നിങ്ങളെ സന്തോഷപ്പെടുത്താൻ മറ്റാരേക്കാളും യോഗ്യത നിങ്ങൾക്ക് തന്നെയാണ്. സത്യത്തെ തിരിച്ചറിഞ്ഞ 2 പേർക്കിടയിൽ വാദപ്രതിവാദങ്ങൾക്കുള്ള കാരണമൊന്നുമില്ല. അവരവിടെ നിശബ്ദരായിരിക്കും. ഭാവിയിൽ ഓർക്കേണ്ട ഒരു നിയമം ഇതാ: കഠിനമായി തോന്നുന്ന ഒരു പ്രവൃത്തിയും ദൗർഭാഗ്യകരമല്ല. ഓരോ ബുദ്ധിമുട്ടും നല്ലതിനു വേണ്ടി മാത്രമാണ്. പരിശീലനമില്ലാതെ അറിവില്ല, അറിവില്ലാതെ ആത്മവിശ്വാസമില്ല, ആത്മവിശ്വാസമില്ലാതെ വിജയമില്ല. ഒരു ദിവസം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൺമുന്നിൽ മിന്നിത്തിളങ്ങും. അത് കണ്ണിനും മനസ്സിനും ആനന്ദം നൽകുന്ന ഒന്നാണെന്ന് ഉറപ്പിക്കുക. വെറുപ്പിനെ ഒരിക്കലും വെറുപ്പ് കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല, എന്നാൽ സ്നേഹത്താൽ വെറുപ്പിനെ ഇല്ലാതാക്കാൻ കഴിയും. വളരെ ചെറിയ കാര്യങ്ങൾ പോലും ഗൗരവത്തോടെ കാണുന്നവരായിരിക്കും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ദേഷ്യപ്പെടുന്നത്. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വികാരങ്ങളെക്കാൾ ശക്തമാകുമ്പോൾ മാത്രമേ നിങ്ങളുടെ വാക്കുകൾക്ക് പക്വത കൈവരികയുള്ളൂ. മനുഷ്യൻ നന്നാവണം. പ്രവൃത്തിയിലും വാക്കിലും വിചാരത്തിലും ശുദ്ധി വേണം. നിസ്വാർത്ഥമായ സേവനത്തിനും എപ്പോഴും ഈശ്വരാനുഗ്രഹമുണ്ടാകും. ശരീരം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ മനസ്സുകൊണ്ടോ ചെയ്ത ദുഷ്പ്രവൃത്തിയുടെ ഫലം നന്നായി വരുമെന്നുള്ളത് അസാധ്യമാണ്. ഒരു യഥാർത്ഥ സ്ത്രീ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പണമോ പ്രശസ്തിയോ ഒന്നുമല്ല. അവൾ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ സ്നേഹവും വിശ്വാസവും കരുതലുമാണ്. വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് വലുതായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാര്യമായൊന്നും ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. കാര്യങ്ങൾ വിശദീകരിച്ച് നിങ്ങളുടെ സമയം പാഴാക്കരുത്. കാരണം ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്തോ അത് മാത്രം കേൾക്കുന്നു. ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കുക. നമ്മൾ എന്ന ചിന്ത വളർത്തുക. അഹംഭാവത്തെ മറികടക്കുക. സ്നേഹത്തിനു വില കൽപ്പിക്കുക. പുഞ്ചിരി കൊണ്ട് അകലം കുറയ്ക്കുക. അപവാദങ്ങളെ അവഗണിക്കുക. തിരിച്ചറിവിന്റെ കാലം സമാഗതമാകുമ്പോൾ മുഖംമൂടികളെ നാം തീർച്ചയായും തിരിച്ചറിയും. നിങ്ങൾക്ക് ശരിക്കും സ്നേഹിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം എങ്ങനെ ക്ഷമിക്കണമെന്ന് പഠിക്കണം. ബാലിശ്യമായ കഴമ്പില്ലാത്ത ചോദ്യങ്ങളെ നിസ്സാരമായി കളിയാക്കി വിടാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് നിങ്ങളുടെ ബുദ്ധി സാമർഥ്യത്തെയാണ് തെളിയിക്കുന്നത്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതാണ് നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ ചങ്ങല. അത് പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ നിങ്ങളെ തടയാൻ ഒരു ശക്തിക്കുമാകില്ല. മനസ്സിന് എന്തിനേയും താങ്ങാൻ കരുത്തുണ്ടെങ്കിൽ ശരീരം താനെ ലക്ഷ്യത്തിലേക്ക് കുതിക്കും. എന്നാൽ മനസ്സിന് കരുത്തില്ലെങ്കിൽ ശരീരം എത്ര ബലവത്തായിട്ടും കാര്യമില്ല. നിങ്ങൾ ആത്മാർത്ഥമായി എന്തെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അതിനായി കാത്തിരിക്കരുത്. അക്ഷമനാകാൻ സ്വയം പഠിക്കുക. എപ്പോഴും നിങ്ങളുടെ പരമാവധി ചെയ്യുക. ഇപ്പോൾ നടുന്നത് പിന്നീട് വിളവെടുക്കും. നിങ്ങൾ ഭാവിയെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണം നിങ്ങൾ ഇന്നത്തെ ദിവസം പാഴാക്കുന്നു എന്നതാണ്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസരങ്ങളിൽ ആളുകൾ നിങ്ങളെ തിരഞ്ഞു വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മൂല്യമുള്ളതാണ്. വിജയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തോൽക്കാനും പഠിക്കണം. ഓരോ തോൽവിയും ഓരോ പാഠങ്ങളാണ്. അസന്തുഷ്ടനായ ഒരു വ്യക്തി ഒരിക്കലും ഈ നിമിഷത്തിൽ ജീവിക്കുന്നില്ല. അവർ ഒന്നുകിൽ ഭൂതകാലത്തിലോ അല്ലെങ്കിൽ ഭാവിയിലോ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ജീവിതത്തിൽ ഉള്ളത് മാത്രം നോക്കുകയാണെങ്കിൽ എല്ലായ്പ്പോഴും കൂടുതൽ ഉണ്ടായിരിക്കും. ജീവിതത്തിൽ ഇല്ലാത്തത് നോക്കിയാൽ നമുക്കൊരിക്കലും തികയില്ല. ഒരു നുണ മറയ്ക്കാൻ മറ്റൊരു നുണ പറയുമ്പോൾ ഓർക്കണം, തിരിച്ചു പിടിക്കാൻ സാധിക്കാത്ത വിധം അതിൽ നഷ്ടമാവുന്ന ഒന്നുകൂടിയുണ്ട്. അതാണ് വിശ്വാസം.
പ്രവർത്തിക്കുക എന്നതാണ് ലോകത്തിലുള്ള ഏറ്റവും കഠിനമായ ജോലി. അതുകൊണ്ടായിരിക്കാം ചുരുക്കം ചിലർ മാത്രം അതിന് തയ്യാറാകുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ മനോഭാവം നിങ്ങൾക്കുണ്ടാകണം. എപ്പോഴും സംശയങ്ങൾ ചോദിക്കാൻ തയ്യാറാവുക. എല്ലാം അറിയാമെന്ന ഭാവം അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് വില കിട്ടാത്ത ഇടങ്ങളിൽ, നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ സമ്മതിക്കാത്ത സ്ഥലങ്ങളിൽ, അറിവിന് യാതൊരു വിലയും നൽകാത്ത സ്ഥലങ്ങളിൽ അല്പം സമയം പോലും ചിലവഴിക്കരുത്. നിങ്ങളുടെ 100 നന്മകൾ മറ്റുള്ളവർക്ക് മറക്കാൻ നിങ്ങളുടെ ഒരു തെറ്റ് മാത്രം മതി. അതിനാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷിച്ച് ചെയ്യുക. ചിലതൊക്കെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ പ്രതീക്ഷിക്കാതെ മറ്റു ചിലതൊക്കെ നമ്മെ തേടി വരും. അതാണ് ജീവിതം. മറ്റുള്ളവരെ മനസ്സിലാക്കാതെ വിമർശിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, സ്വഭാവം എന്നിവ സ്വയം വിലയിരുത്തുക. യാഥാർത്ഥ്യം എന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതല്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയാണെങ്കിൽ പോരായ്മകളിലും ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും. രക്തബന്ധമല്ല, വിശ്വാസമാണ് യഥാർത്ഥ ബന്ധം. വിശ്വാസമുണ്ടെങ്കിൽ അപരിചിതരും നമുക്ക് വേണ്ടപ്പെട്ടവരാകും. വിശ്വാസമില്ലെങ്കിൽ സ്വന്തങ്ങൾ പോലും അന്യരാകും. സ്വയം തോറ്റു തരുന്നവർക്ക് കലഹങ്ങളിലെ ജയത്തേക്കാൾ പ്രധാനം ബന്ധങ്ങളുടെ നിലനിൽപ്പാണ്. എത്ര അമർഷത്തോടെ ഇടപഴകുമ്പോഴും ക്ഷമിക്കണം എന്ന വാക്കുമായി എതിരേൽക്കുന്നവരെ എങ്ങനെ തോൽപ്പിക്കാൻ കഴിയും? ചിലരുടെ പെട്ടെന്നുള്ള മാറ്റം നമ്മളെ വേദനിപ്പിക്കും. നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർക്ക് മുന്നിൽ എത്രയൊക്കെ മനസ്സ് തുറന്നു കൊടുത്തിട്ടും ഒരു പ്രയോജനവുമില്ല. സൗന്ദര്യത്തെ സ്നേഹിക്കരുത്. നിങ്ങളുടെ ജീവിതം ആരാണോ സുന്ദരമാക്കുന്നത് അവരെ സ്നേഹിക്കൂ. കൂടെയുള്ളവരെല്ലാം സ്വന്തമെന്ന് കരുതുമ്പോഴും അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും സ്വകാര്യതകളും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കുമ്പോഴാണ് പല ബന്ധങ്ങളും ശിഥിലമാകുന്നത്. വെറുപ്പും വിദ്വേഷവും കലഹം സൃഷ്ടിക്കുന്നു. സ്നേഹവും കരുണയും എല്ലാ അപരാധങ്ങളും പൊറുക്കുന്നു. നമ്മൾ പരിചയപ്പെടുന്ന ഓരോ വ്യക്തിയിലും ഓരോ പ്രത്യേകതകളുണ്ട്. അത് മനസ്സിലാക്കി പെരുമാറുമ്പോഴാണ് അതിലെ നന്മയും തിന്മയും തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നത്. എപ്പോൾ പോരാടണമെന്നും എപ്പോൾ പോരാടരുതെന്നും കൃത്യമായി അറിയുന്നവൻ വിജയിക്കും. 100 കണക്കിന് കണക്കുകൂട്ടലുകൾ വിജയത്തിലേക്കും വിരലിലെണ്ണാവുന്ന കണക്കുകൂട്ടലുകൾ തോൽവിയിലേക്കും നയിക്കുന്നു. നമ്മൾ സ്വപ്നം കണ്ട ജീവിതം വെറും സ്വപ്നമായിരുന്നു എന്ന് തിരിച്ചറിയുന്നിടത്ത് നിന്നുമായിരിക്കും നമ്മുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. ചില വേദനകൾ തീക്കനൽ പോലെയാണ്. കത്തുകയോ അണയുകയോ ഇല്ല, നീറി പുകഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ലോകത്തിലെ ഏറ്റവും നല്ല പ്രതികാരം ഓരോ നിമിഷവും നമ്മൾ സ്വയം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നതാണ്. നമ്മൾ മറ്റുള്ളവരിലെ നന്മ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ നമ്മളിലെ നന്മയാണ് കണ്ടെത്തുന്നത്. മനഃശാസ്ത്രം പറയുന്നു, ഒരു പുരുഷന് 2 സ്ത്രീകളിൽ ഒരാളെ സ്വീകരിക്കേണ്ടതായി വന്നാൽ അയാൾ ആ സ്ത്രീകളിൽ ദുർബലമായ മനസ്സിന്റെ ഉടമയെ തിരഞ്ഞെടുക്കും. മനസ്സിലാക്കുക എന്നത് അറിവിനേക്കാൾ ആഴമേറിയ കാര്യമാണ്. നമ്മളെ അറിയുന്നവർ പലരുമുണ്ടാകും, എന്നാൽ നമ്മളെ മനസ്സിലാക്കിയവർ വളരെ ചുരുക്കമേ കാണൂ. നമ്മുടെ മുറിവുകളിൽ കുത്തി നോവിക്കാനായി അവസരം കാത്തിരിക്കുന്നവരുടെ മുന്നിൽ ഒരിക്കലും മനസ്സിന്റെ വാതിലുകൾ തുറന്നിടരുത്. ലക്ഷ്യമില്ലാതെ തൊടുത്തുന്ന അമ്പ് പോലെയാണ് ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ. ആയുധം കൊണ്ട് മുറിയുന്നത് ശരീരമാണെങ്കിൽ വാക്കുകൾ കൊണ്ട് കീറി മുറിയുന്നത് മനസ്സായിരിക്കും. അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ മുട്ടുന്നില്ല. നിങ്ങൾ വാതിലുകൾ കണ്ടെത്തി തുറക്കുമ്പോഴാണ് അവസരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചാൽ ജീവിതം കുറെ കൂടി എളുപ്പമാകും. വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും. വിശ്വാസമില്ലെങ്കിലോ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും. പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ്. നമ്മൾ വിശ്വസിച്ച് സ്നേഹിച്ചവർ നമ്മൾ വിശ്വസിച്ച പോലെയല്ല എന്നറിഞ്ഞാൽ ഒഴിവാക്കിയേക്കണം. അതിൽ വിഷമത്തിന്റെയോ കുറ്റബോധത്തിന്റെയോ ആവശ്യമില്ല. ജീവിതം ഇടയ്ക്കിടയ്ക്ക് പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. അധികം സ്നേഹിച്ചാൽ ഒരുപാട് വേദനിക്കുമെന്ന്. നിങ്ങളുടെ സർവ്വശക്തിയും ഉപയോഗിച്ച് പൊരുതിയാൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും വിജയസാധ്യതയുണ്ട്. എന്നാൽ പേടിച്ച് ഒരു മൂലയിൽ ഒളിച്ചിരുന്നാൽ മരണം ഉറപ്പാണ്. ആഗ്രഹങ്ങളെല്ലാം സാധിക്കാതെ വരുമ്പോൾ വിഷമിക്കരുത്. ആഗ്രഹിക്കാൻ പോലും അവകാശമില്ലാത്തവരുണ്ട് ഈ ഭൂമിയിൽ.
ഒരാളെക്കുറിച്ച് നേരിട്ടറിഞ്ഞ കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക. കാരണം ഉപ്പിനും പഞ്ചസാരയ്ക്കും ഒരേ നിറമാണ്. ആരും നമുക്ക് സ്വന്തമല്ല. മറ്റൊരാൾ വന്നാൽ മാറിക്കൊടുക്കേണ്ട ബന്ധമേ ഉള്ളൂ പലരുടെയും ജീവിതത്തിൽ നമുക്ക്. ഒരു സാഹചര്യത്തെയോ വ്യക്തിയോ ഓർത്ത് ഭയപ്പെടരുത്. കാരണം നിങ്ങളുടെ പ്രതികരണമില്ലാതെ രണ്ടിനും നിങ്ങളെ ഒന്നും ചെയ്യാനാകില്ല. വിജയം നേടാൻ ശ്രമിക്കുക. അസൂയയെ മാറ്റി നിർത്തുക. അറിവ് സമ്പാദിച്ചു കൊണ്ടിരിക്കുക. സൗഹൃദങ്ങൾ വളർത്തിക്കൊണ്ടുവരിക. കുറ്റബോധങ്ങൾ ഇല്ലാത്ത ഭൂതകാലവും ആത്മവിശ്വാസമുള്ള വർത്തമാനകാലവും ഭയപ്പാടില്ലാത്ത ഭാവി നൽകും. നമ്മൾ ദുർബലരാണെന്ന് പറയാൻ അവർക്കും അല്ലെന്ന് തെളിയിക്കാൻ നമുക്കും അവകാശമുണ്ട്. ജീവിതത്തിൽ ആരുമില്ലെന്ന് തോന്നുമ്പോൾ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്ന ആരെങ്കിലുമൊക്കെയാവും പലപ്പോഴും ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെയായി മാറുന്നത്. പരസ്പരം കേൾക്കാനും സമയവും പരിഗണിക്കാനുള്ള ക്ഷമയും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. നമ്മെ ചതിക്കാൻ സാധ്യതയുള്ളവർ ആദ്യം നമ്മളോട് വളരെ പെട്ടെന്ന് അടുക്കും. ഇതിലൂടെ നമ്മുടെ കുറവുകൾ അവർക്ക് മനസ്സിലാകും. ഒരു പരിധി കഴിഞ്ഞാൽ ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ ഒന്നും പിടിച്ചു വാങ്ങാനോ നിൽക്കരുത്. അത് വിവേകശൂന്യമാണ്. എല്ലാം കാലം തെളിയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. നമ്മെ രക്ഷിക്കാൻ നമുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. നമ്മൾ നടക്കേണ്ട ദൂരം നടന്നു തീർക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളിൽ നെഗറ്റീവ് കാണുന്നവർ ഒരുപാടുണ്ടാകും. നമ്മൾ അതിൽ തളർന്നു പോകരുത്. കാരണം മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് കാണുന്നതെല്ലാം മഞ്ഞയായിട്ടേ തോന്നൂ. എനിക്ക് ആരെയും ആവശ്യമില്ലെന്ന അഹങ്കാരവും എല്ലാവർക്കും എന്നെ ആവശ്യമായി വരും എന്ന വ്യാമോഹവും പാടില്ല. ജീവിതപാതയിൽ സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവും നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരവും. എപ്പോഴും വേദനിക്കുന്നവരുടെ മനസ്സ് പെട്ടെന്നൊന്നും തകരില്ല. എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്ത് നേടിയിരിക്കും. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ നേരിട്ടിട്ടും ഒരുപാട് പേർ ഇന്നും പുഞ്ചിരിയോടെ ജീവിക്കുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ആരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുക. ആളുകൾ ഒരിക്കലും നമ്മളിൽ സന്തുഷ്ടരാവില്ല. അവരിൽ നിന്നും ഒരു നന്ദി വാക്കുപോലും പ്രതീക്ഷിക്കേണ്ടതുമില്ല. ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക. വിജയം ഉറപ്പായും നമ്മെ തേടിയെത്തും. നിങ്ങൾക്കായി ജീവിക്കുക, നിങ്ങൾക്കായി പ്രവർത്തിക്കുക, എന്നാൽ ലോകത്തിനായി പ്രാർത്ഥിക്കുക. വെളിച്ചത്തിൽ ഒറ്റയ്ക്ക് നടക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഇരുട്ടിൽ ഒരു നല്ല സുഹൃത്തിനോടൊപ്പം നടക്കുന്നത്. ജീവിതം എളുപ്പമല്ല. സ്വയം ശക്തനാകണം. മികച്ച സമയം ഒരിക്കലും വരില്ല. ഉള്ള സമയം മികച്ചതാക്കണം. ദേഷ്യത്തെ പേടിക്കേണ്ട, അത് സ്നേഹം കൊണ്ടാണ്. പക്ഷെ അവഗണനയെ പേടിക്കണം, കാരണം അത് വെറുപ്പ് കൊണ്ടാണ്. ചേർത്തു പിടിക്കാൻ കൈകൾ തന്നെ വേണമെന്നില്ല. സ്നേഹത്തോടെ പറയുന്ന ഓരോ വാക്കും ഓരോ ചേർത്തു പിടിക്കലുകളാണ്. ഭൂതകാലം എത്ര കഠിനമാണെങ്കിലും നിങ്ങൾക്ക് ഏത് കാര്യവും പുനരാരംഭിക്കാനാകും. നെഗറ്റീവ് വ്യക്തികളിൽ നിന്ന് അകന്നു നിൽക്കുക. ഓരോ പരിഹാരത്തിനും അവർ പുതിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്നതാണ്. ഈ ലോകത്തിൽ ഒന്നും സ്ഥിരമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അധികമായി വിഷമിക്കേണ്ട ആവശ്യമില്ല. നന്നായി പ്രവർത്തിച്ച ശേഷം സംതൃപ്തരായിരിക്കുക. മറ്റുള്ളവർ അവർക്കിഷ്ടമുള്ളതുപോലെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കട്ടെ. സ്ത്രീകൾക്ക് ഒരാണിനെ മാനസികമായി കീഴ്പ്പെടുത്താൻ 2 കാരണങ്ങൾ മതി. 1 സൗന്ദര്യവർദ്ധന വസ്തുക്കൾ, 2 അനുയോജ്യമായ സമയങ്ങളിൽ കൃത്യമായി ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണുനീർ. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക, നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും.